വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇറ്റാലിയൻ ചീസി കട്ട്ലറ്റ്. ചീസി എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നല്ല ചീസി ആയിട്ടുള്ള കട്ട്ലറ്റാണെന്ന്. അതെ, നല്ല ചീസി ആയിട്ടുള്ള കട്ട്ലറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പുറം നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല ജ്യൂസിയും നല്ല ചീസി ആയിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ചീസ് വലിയുമോ എന്ന് ചോദിക്കുന്നവർക്ക് ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ ഇറ്റാലിയൻ ചീസി കട്ട്ലറ്റ്. അപ്പോൾ ഉണ്ടാക്കാം. ഇറ്റാലിയൻ ചീസി കട്ട്ലറ്റ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു കടായി അടുപ്പത്ത് വയ്ക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോപ്പ് ചെയ്തിട്ടുള്ള 2 വലിയ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒന്നൊന്ന് സോഫ്റ്റ് ആയാൽ മതി, ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. ഇതുപോലെ ഒന്നായാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്ര മസാല നമുക്കിവിടെ ആവശ്യമുള്ളൂ. ഇതിൻ്റെ എല്ലാം പച്ചക്കുത്ത് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മിക്സഡ് ഹെർബാണ്. നിങ്ങളുടെ കയ്യിൽ മിക്സഡ് ഹെർബ് അല്ലെങ്കിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോ ചേർത്ത് കൊടുത്താലും മതി. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതേപോലെ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും ഒന്ന് സ്മാഷ് ചെയ്തത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇതിലൊക്കെ ഞാൻ ഉപ്പ് ചേർത്തത് കൊണ്ടാണ് ഉപ്പ് ഞാൻ മുന്നേ ചേർക്കാണ്ടിരുന്നത്. ഇനി ഉപ്പ് നോക്കാം. ഉപ്പിൻ്റെ ലേശം കുറവുണ്ട്, കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡ് ക്രംസ്. അതും കൂടി 1/2 കപ്പ് ബ്രെഡ് ക്രംസ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയില ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാഴ്സ്ലി ലീഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാഴ്സ്ലി ലീഫ് ചേർത്ത് കൊടുക്കാം. പാഴ്സ്ലി ലീഫ് ഇല്ലെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഈ മിക്സ് ഇവിടെ റെഡി. ഇനി നമുക്ക് കട്ട്ലറ്റ് റെഡിയാക്കാനുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഒരു ബൗളിൽ ഞാൻ 2 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസ് ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കട്ട്ലറ്റിൻ്റെ മിക്സ് ഇങ്ങനെ ഉണ്ട പിടിച്ചിട്ട് ശേഷം അല്ലെങ്കിൽ ഇങ്ങനെ സെൻറ്റർ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കുഴിഞ്ഞെടുക്കുക. സെൻറ്റർ നന്നായിട്ട് കുഴിഞ്ഞെടുക്കണം. അതിൽ ഈ സെൻറ്ററിലേക്കാണ് നമ്മൾ കുറച്ച് ചീസ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് റൗണ്ട് ചെയ്യുക കേട്ടോ. സർക്കിൾ ചെയ്ത് വയ്ക്കണം. ഈ ചീസ് കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണം. ചീസ് പുറത്തേക്ക് വരരുത്. ആ ലെവലിലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് കൊണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മുടെ കട്ട്ലറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഒന്നൊന്ന് പ്രസ് ചെയ്യുക. ഒരുപാട് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമുക്ക് കട്ട്ലറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് കട്ടിയിലൊക്കെ വരണം. അതേ ലെവലിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാം ഒന്ന് ഈവനായിട്ടൊന്ന് പ്രസ് ചെയ്യുക. എല്ലാ സൈഡും ഈവൻ ആയിരിക്കണം കേട്ടോ. ഇനി നമുക്കിത് നേരെ കോട്ട് ചെയ്യണം. കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മുട്ടയിലൊന്ന് മുക്കിയെടുക്കാം. ഇനി ഇത് ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ട് പ്ലേറ്റിലാക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോ കട്ട്ലറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. തിരിച്ചു മറിച്ച് ഇട്ടിട്ട് നല്ലൊരു ബ്രൗൺ കളർ 2 ഭാഗത്തും വരണം കേട്ടോ. ആ ലെവലിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലായിരിക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ ഇത് മൊത്തം പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ഓൾറെഡി നമ്മുടെ എല്ലാം കുക്ക്ഡാണ്, എന്നാലും നല്ല മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ. നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം.
ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല പുറം ഭാഗം നല്ല ക്രിസ്പി ആണെന്ന്, നല്ല ഇങ്ങനെ വരുവരാന്നുള്ള ക്രിസ്പിനെസ് ആയിട്ടുള്ള. അപ്പം നിങ്ങൾക്ക് ആ ഒരു ക്രിസ്പിനെസ്സിൻ്റെ സൗണ്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം കേട്ടോ. ഞാനിതിൻ്റെ ഉൾഭാഗം കൂടി കാണിച്ചു തരാം. ഇതാ നോക്കൂ, ഇതാ ചീസൊക്കെ നന്നായിട്ട് വലിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇറ്റാലിയൻ ചീസ് കട്ട്ലറ്റ് റെസിപ്പി. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി കിഡിലൻ റെസിപ്പിയാണ്. മാസ്റ്റർ ഐറ്റമാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ചീസ് കട്ട്ലറ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, ഫീഡ്ബാക്കും കൂടി കമൻസിലൂടെ പറയണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും അതേപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൂടി എന്നെ വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.